കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പരാതിയുമായി നിക്ഷേപകർ. കോടികൾ നിക്ഷേപം വാങ്ങി ഡയറക്ടർമാർ മുങ്ങിയതായി ആക്ഷേപം. 450 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായി നിക്ഷേപകർ പരാതിയിൽ പറയുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 1600 പേരാണ് സൊസൈറ്റിയുടെ ഭാഗമായത്. ലക്ഷങ്ങളാണ് ഓരോരുത്തരും നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വർഷം ആദ്യം മുതൽ ആർക്കും നിക്ഷേപത്തുകയും പലിശയും ലഭിച്ചില്ലെന്ന് പരാതിക്കാർ പറയുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് ഉൾപ്പെടെ ഇവർ ദുരുപയോഗം ചെയ്തെന്നും പരാതിക്കാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. 2016 മുതലാണ് ഇവർ നിക്ഷേപ സമാഹരണം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം വരെ പലിശയും നിക്ഷേപത്തുകയും തിരിച്ചു നൽകിയിരുന്നു. 2 വർഷത്തോളൊക്കെ കഴിഞ്ഞ സമയത്ത് അതുവരെ ഈ പലിശ കറക്റ്റായിട്ടാണ് വന്നിരുന്നത്. അപ്പം ഈ പലിശയുടെ കാര്യം കുറച്ച് കഴിഞ്ഞപ്പം ഇത് ലാഗാവാൻ തുടങ്ങി, ഡേറ്റ് കാര്യങ്ങളെല്ലാം. ഇത് ലാഗായതിനു ശേഷം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം ഇവിടുത്തെ ഞങ്ങളുടെ ഏജൻറ്റിനെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഇതിങ്ങനെ കുറച്ചൊരു ക്രൈസിസിലാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാം, ഇവിടെ പോയിട്ട് ബോണ്ട് കൊടുത്താൽ മതി പറഞ്ഞു. അപ്പോൾ ഓഫീസിൽ പോയപ്പം ഇവിടെ തന്നെ മുതലക്കുളത്ത് തന്നെയായിരുന്നു ഈ ഓഫീസ് ഉണ്ടായിരുന്നു. ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല, ഇതൊരു വലിയൊരു ക്രൈസിസിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇത് സബ്മിറ്റ് ചെയ്തോളൂ. അവിടുത്തെ സ്റ്റാഫിന് പോലും ഇതിന് സൈൻ ചെയ്യാനോ കാര്യങ്ങളോ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വല്ലാത്തൊരു സിറ്റുവേഷനിൽ പോയപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഡയറക്ടേഴ്സിനും കാര്യങ്ങളും വിളിച്ചപ്പോൾ ഇത് അത്യാവശ്യം ഒരു മുങ്ങിയ രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൈസ എപ്പോഴാണ് കിട്ടുക, എന്താ കിട്ടുക ചോദിക്കുമ്പോൾ അവർ ഓരോ ഡേറ്റുകളാണ് പറയുന്നത്. 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞിട്ടാണ് ഓരോ ഡേറ്റുകൾ കാര്യങ്ങളും പറയുന്നത്. 12 മുതൽ 14.5% വരെ പലിശയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. നിക്ഷേപം തിരിച്ചു ലഭിക്കാതായതോടെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കസബ, കുറ്റ്യാടി, വടകര തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചിലരിൽ നിന്നും കോടികൾ വരെ നിക്ഷേപത്തുകയായും സ്വീകരിച്ചതായി പരാതിക്കാർ പറയുന്നു. അഗ്രി സൊസൈറ്റിയുടെ 11 ഡയറക്ടർമാരെ പ്രതി ചേർത്താണ് പോലീസിൽ പരാതി നൽകിയത്. കോഴിക്കോട് മുതലക്കുളത്തെ ഓഫീസ് പൂട്ടിയിട്ട് മാസങ്ങളായി. ജീവിത സമ്പാദ്യമെല്ലാം സൊസൈറ്റിയിൽ നിക്ഷേപിച്ച നിക്ഷേപകർ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ശിവദാസ് കന്മനം, ജനം, കോഴിക്കോട്.